ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജം ദ്രുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. കരങ്ങളഞ്ചുള്ള ഗണേശ്വരനു ഞാൻ കരിമ്പിൻ തേൻ ശർക്കര നല്ല കാതളം കൊടുത്തിരിപ്പൻ പലപോതും ആദരാല് മനക്കുരുന്നിനു തുണയ്ക്ക സന്തതം. ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം. സർവാർത്ഥകാരിണി സരസ്വതീ ദേവി വന്നൻ നാവൻ കളിക്ക കുമുദേഷു നിലാവുപോലെ പോയങ്ങു ചെന്നു ദുർവാസാവും അംബർഷനായ മഹിപതിയോട് അരുൾ ചെയ്താൻ. ഭൂപാലവംശ ശിഖാമണേ മൽപ്പരി താപമൊഴിച്ചെന്നെ ഭൂപാലവംശ ശിഖാമണേ മൽപരിതാപമൊഴിച്ചെന്നേ രക്ഷിച്ചുകൊൾക്കെടോ ഞാൻ അറിയാതെ ഭവാനോടു ചെയ്തതും. മനസ്സേ നീതാൻ ക്ഷമിച്ചരുളേണമേ, സാധുക്കൾ നിത്യ അഹിംസകന്മാരല്ലോ. ബാധ നിനക്കിനി ഏതുമുണ്ടായി വരാം. ദേവേന്ദ്ര നൈന്ദ്രപദമടക്കും ഭവാനി വണ്ണം ഏകാദശി തുടങ്ങിടുകിൽ കാലേ ഭവാനതോ നീക്കേണമെന്നുടൻ ആലസ്യപാപമോടാശു ചൊല്ലിടിനാൻ. ഞാൻ അവനിൽ കൃപ പൂണ്ടതു ചെയ്തതെന്ന് മനസ്സേ ഭോഷത്വമത്രേ നിനച്ചതും നിന്നുള്ളിലില്ലതെന്നിന്നറിഞ്ഞിടിനേ. എന്നെ രക്ഷിപ്പാൻ മതിയെന്നു നീ തന്നെ വൈകാതെ ചക്രമടക്കുക നീ മമ വൈകാര്യഭീതിയടക്കുക ഭൂപതേ. കേവലമേവം പലവിധം ചൊല്ലിയും പാവേ പരിഭ്രമം തേടിയും മാമുനി നിന്നതു കണ്ടകമേ ബഹുദേവ് പൂണ്ട് ഉന്നതനായ നാഭാഗദന്തനയനും ചൊന്നാൻ. അപരനായുള്ള അടിയനേയും എന്നല്ലിതെന്നുടെ സർവവസ്തുക്കളും ചന്ദ്രചൂടാംശകനായ ഭവാനെയും ഇന്ദ്രനെ തന്നെയും ത്രൈലോക്യമൊക്കെയും തന്നുടെ മായയാ സർവവും താനായി നിന്നും സദാ പരിപാലനം ചെയ്വവൻ നാരായണൻ പരിപാലയ ദൈവമേ. കാരണപുരുഷ കാമദാനപ്രഭോ രാമ രമാ രമണ ത്രിലോകീപദേ ശ്രീമഹാവിഷ്ണോ നമസ്തേ നമസ്തുതേ. നിന്നുടെ സർവായുധങ്ങളാകുന്നതും ഇന്ദ്രാദിലോകപാലകന്മാർ നിരന്തരം എന്നാൽ അതിൽ വച്ചു തൃച്ചക്രമാകുന്നതെന്ന്
എന്നിങ്ങറിഞ്ഞില്ലെന്നിരിക്കലും എന്നെ കുറിച്ചു തിരുവുള്ളമുണ്ടാകിൽ എന്നിലമ്മാറങ്ങടങ്ങി നിൽക്കണമേ. മുന്നേ കണക്കേ നമസ്തേ നമസ്തുതേ മന്നവനിത്തം വണങ്ങി സ്തുതിക്കുമ്പോൾ വന്നിങ്ങവനുടെ നെറ്റിത്തടം തന്നിൽ തന്നെ ലയിച്ചിതാകന്ത തൃച്ചക്രവും കിന്നത തീർന്നങ്ങു നിന്ന മുനീന്ദ്രനെ ചെന്നു നമസ്കരിച്ചാൻ നരപാലനും സൽക്കാരപൂർവേണ നിന്ന നൃപതിയിൽ ഉൾക്കാമ്പിലാനന്ദമുൾക്കൊണ്ടുവാ മുനി മുഖ്യനതെല്ലാം പരിഗ്രഹിച്ചേറ്റവും വിഖ്യാതനായി വരികെന്നുടനാശിയും ചെയ്തു യഥാ കാമമങ്ങെഴുന്നള്ളിനാന് കൈതവമെന്നിയേ ശ്രീ ദുർവാസാവൂതാന് ഇത്യേവമംബർഷോപ്യാഖ്യാനമെത്രേയും ഭക്ത്യാ പഠിക്കലും ചൊൽകിലും കേൾക്കിലും ഭക്തപ്രിയ പ്രസാദത്താല് അനുക്ഷണം ഭക്തിയും മുക്തിയും സിദ്ധിക്കുമേവനും വിഷ്ണു ഭഗവാൻ വിരിഞ്ചാതിവന്ദിതൻ. കൃഷ്ണനെ ധ്യാനിച്ചുകൊൾവിൻ എല്ലാവരും നല്ലതതുകൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലില്ല വരുത്താവതാർക്കും ഒരിക്കലും നല്ലവണ്ണം വരുത്തേണമേ ദൈവമേ. വല്ലായ്മയെല്ലാം ക്ഷമിച്ചരുളേണമേ. തുല്യതരമാത്മഭിന്നഗ്രഹങ്ങളും ഉള്ളിൽ ഒരുമിച്ചു നിന്നു തോന്നേണമേ. ചൊല്ല വിരൂപനും ഹേതുമാൻ ശംഭുവും ചൊല്ലേറും അംബർഷനന്ദനന്മാരവർ മൂവരതിൽ പൃഷദാശൻ വിരൂപജരാകും അവന്നോരതിതരാ രതിതരൻ നന്ദനൻ. അങ്ങനെയുള്ള രതിതമാര്യയിൽ അങ്കിരോത്ഭൂതരായുള്ള തനയന്മാർ പൊങ്ങും പുകൾ തങ്കും വിപ്രരന്മാരുടനങ്ങനെ നാഭാംഗവംശമാകുന്നിതേ ഇക്ഷാകുവാമാനുപുത്രരിൽ മുമ്പതി ലക്ഷിതിയിങ്കൽ അയോധ്യാധിപൻ നൃപൻ തൽസൂതന്മാരതിൽ 100 പേരുള്ളതിൽ ഉത്തമനായ വികുക്ഷിതനഗ്രജൻ പിന്നെയും നിമിയും അവനനുജാതനായി ഉന്നതനായോരു ദണ്ഡനുമിങ്ങനെ മൂവരധികന്മാരായി ചമഞ്ഞാരാതിൽ പൂർവജനായ വികുക്ഷിവാണാൻ ചിരം. അക്കാലമങ്ങു ദേവാസുരായോധനെ മിക്കതും ദേവകൾ തോറ്റുപോയാർത്തുലോ. അന്നതു ദേവകളങ്ങറിയിച്ചുടൻ ദണ്ഡനെ കൂടവേ കൊണ്ടുപോയിടിനർ. ദണ്ഡനോടേറ്റു മരിച്ചാരസുരകൾ ദണ്ഡേന ശേഷം അതോ ലോകവും പൂക്കാൻ. അന്നസുരന്മാരെ വെന്നും സുരാലയം നന്നായി അധീനമാക്കി കൊടുത്താൻ ചിരം. പിന്നെ നിമിതാൻ വസിഷ്ഠശാപത്തിനാല് തന്നെ ദേഹമുപേക്ഷിച്ചിരുന്ന നാള് സർവശരീരികൾ നേത്രങ്ങൾ തോറുമങ്ങ് ഉർവരാധീശൻ വസിച്ചുകൊണ്ടാനല്ലോ. പിന്നെ വികുക്ഷിതനയൻ
ശശാദനാകുന്നവനുടെ പുത്രൻ പുരഞ്ജയൻ. പിന്നെ അവനും കകുൽസ്ഥനെന്നു ചൊല്ലും. മന്നവൻ തന്നെ പുത്രനേനസും പുത്രനാ വന്നു പൃഥ്വിരാശ്വനാമവൻ പുത്രധനാനാവിധനാകും പ്രസേനജൻ. പുത്രന വന്നു യുവനാശ്വനെന്നവൻ അന്നു യുവനാശ്വനാകന്ത കേവലം നന്ദനന്മാരുളവാകയാലവൻ തന്നെ ഭാര്യമാരൊന്നിച്ചു കാനനം തമ്മിലമ്മാറു തപസ്സു ചെയ്യുന്ന നാള് സന്തതിയങ്ങവനുണ്ടാവതിനുടൻ അന്തരമെന്നിയേ അങ്ങ് ഇന്ദ്രാമാമിഷ്ടിയും സന്തോഷമുൾക്കൊണ്ടു ചെയ്തീദൃഷികുലം അന്തരാദാഹമുൾക്കൊണ്ടു ഭൂപാലനും. അന്തരാദാഹമുൾക്കൊണ്ടു ഭൂപാലനും ചെന്ന് ജപശുദ്ധമാം ഉദകത്തെയും അന്യോന്യവേകാലെടുത്തു നുകർന്നുടൻ അന്നവൻ തന്നുദരസ്ഥലേ ഗർഭവും നിന്നുളനായിതു മന്നവനും തഥാ. ദക്ഷിണപാർശ്വം അമ്പോടു ഭേദിച്ചുടൻ ദക്ഷനായി വന്നു ജനിച്ചവൻ തന്നെ ലക്ഷണം കാൺക കൊണ്ടെന്ന് ഋഷിവർഗവും മാന്താതാവെന്നുടനിട്ടിതു നാമവും. മാന്താതൃനന്ദനായി പുരുകുൽസനും ശാന്തനാം വർഷൻ താൻ മുജുകുന്ദനും മൂവർ തനയരും 50 പേരതാ. കേവലം കന്യകമാരുണ്ടായി വന്നു എന്നതിൽ കന്യകമാരവർ സൗപരി തന്നെ ഭാര്യമാരായതവരല്ലോ. മന്നവനായി ചമഞ്ഞാൻ പുരുകുൽസനും മന്നവനായി വാണാൻ അംബരീഷൻ താനും. ദേവാസുരയുദ്ധത്തെങ്കൽ അമരകൾ ദേവാരികളോടു തോറ്റു ചമകയാല് ദേവകൾക്കായി മുജുകുന്ദനും ചെന്നുടൻ കേവലം ദാനവന്മാരെ ജയിക്കയാല് ദേവകുല അനുഗ്രഹേണ നരവരൻ ദേവകീപുത്രനെ കാൺമാളവും മുത നിദ്രയെ പോണ്ടു കിടന്നാനനുദിനം. എത്രയും ഉത്തമനാ മുജുകുന്ദനും ഗന്ധർവസംഘം ജയിച്ചഹീന്ദ്രാദി ഭൂവന്തരമില്ലാതെ ചെയ്തോര് അനുഗ്രഹം. ഹരേ. അടുത്ത ഭാഗം നാളെ.